ത്രിയേക ദൈവത്തിൻ്റെ വന്ന തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അടിയനിതാ അടിയനെ അയക്കണമേ. യെശയ്യായുടെ പ്രവചനം 6-ാം അധ്യായം 8 നിന്നാണ്. ദൈവമുമ്പാകെയുള്ള പൂർണ്ണ സമർപ്പണമാണ്. ഈ സമർപ്പണത്തിന് മുമ്പേ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന്, ഊസ്യ രാജാവ് മരിച്ച വർഷം നടന്ന സംഭവമാണ്. ഊസ്യ പ്രജാവത്സലനായ രാജാവായിരുന്നു. കൃഷി സംബന്ധമായ കാര്യങ്ങൾക്കും കുളിക്കാനും കുടിക്കാനും വെള്ളം സമൃദ്ധിയായി കിട്ടേണ്ടതിന് അഹോരാത്രം പണിയെടുത്ത ആളാണ്. ഈ 3 കാര്യങ്ങളാണല്ലോ മനുഷ്യജീവിത സന്ധാരണത്തിന് അത്യന്താപേക്ഷിതം. 50 വർഷക്കാലം ഭരണം നടത്തിയിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ വേർപാട് ഒരു നല്ല ദൈവവേദലും പ്രജയുമായ യെശയ്യാ പ്രവാചകന് സങ്കടകരമായിരുന്നു. അങ്ങനെ ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന യെശയ്യാ ഒരു ദർശനം കാണുന്നു. 2, ദൈവം ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു. സെറാഫുകളുടെ സ്വർഗീയ ആരാധന കാണുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നു. ഇതിലെ വേദവായനാ ഭാഗങ്ങൾ മിക്ക ക്രിസ്തീയ സഭകളുടെയും ആരാധനയിലുണ്ട്. വിശുദ്ധ കുർബാനയിൽ ഈ ദൃശ്യമാണ് നമ്മുടെ മനോമുകുരത്തിൽ ഉണ്ടാവേണ്ടത്. 3, ഈ ദൃശ്യം യെശയ്യാവിനെ തന്നെയും തൻ്റെ സമൂഹത്തെക്കുറിച്ചും ഒരു ചിത്രം സമ്മാനിക്കുന്നു. ഞാൻ ശുദ്ധിയില്ലാത്തവനാണ്. സമൂഹവും അപ്രകാരം തന്നെ. അവൻ്റെ സങ്കടവും അനുതാപവും ഏറ്റുപറച്ചിലും അവനെ തീക്കട്ട യാഗപീഠത്തിൽ നിന്ന് അനുഭവിക്കുവാൻ യോഗ്യനാക്കുന്നു. സ്രാഫ് കുടിൽ കൊണ്ടാണ് കൊടുക്കുന്നത്. എന്നിട്ട് പ്രഖ്യാപിക്കുന്നു, ഇത് നിന്റെ അധരങ്ങളിൽ സ്പർശിച്ചതിനാൽ നീ ശുദ്ധിയുള്ളവനാകുന്നു. സ്രാവ് തൊടാൻ ഭയപ്പെട്ടതാണ് നാം അനുഭവിക്കുന്ന വിശുദ്ധ കുർബാന. അതുകൊണ്ട് സൂക്ഷിക്കണ്ടേ. പന്തിരുവരിൽ യൂദയും അനുഭവിച്ചു, പക്ഷേ അവൻ തിരസ്കൃതനായി. അവൻ്റെ കീശയിൽ ഗുരുവിനെ വിറ്റ കാശുണ്ടായിരുന്നു. നാം അപ്പനെയും അമ്മയെയും ഗുരുവിനെയും മൂല്യങ്ങളെയും വിശ്വാസത്തെയും വിറ്റ് കാശ് വാങ്ങുന്നവരാകരുത്. യഥാർത്ഥ കുമ്പസാരം നടത്തണം. 4, അവൻ്റെ ആന്തരിക ശ്രവണേന്ദ്രിയം തുറക്കുന്നു. ആന്തരിക പഞ്ചേന്ദ്രിയങ്ങൾ തുറന്നാലേ ആത്മീയാവസ്ഥ പ്രാപിക്കൂ. 5, ഈ വിശുദ്ധ അവസ്ഥയിൽ അവൻ ദൈവശബ്ദം കേൾക്കുന്നു. നാം ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും. അത് കേട്ട് യെശയ്യാ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്, അടിയനിതാ അടിയനെ അയക്കണമേ. പൂർണ്ണ സമർപ്പണമാണ് അവിടെ നാം കാണുന്നത്. വിശുദ്ധ മാതാവിൻ്റെ സമർപ്പണം ശ്രദ്ധിക്കൂ. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ ഭവിക്കട്ടെ. കുടിൽ കൊണ്ട് എടുത്തു കൊണ്ടുവന്ന തീക്കട്ട പൂർണ്ണ ഏറ്റുപറച്ചിൽ നടത്തിയ യെശയ്യാവിനെ പൊള്ളിച്ചില്ല. പിന്നെയോ മഹത്വമുള്ളവനും ഏറ്റവും പ്രക്ഷോഭിതനുമാക്കി. മുൾമരം എരിയാതെരുതിയിൽ മോശ ദൈവത്തെ കേട്ടു, സാന്നിധ്യം അറിഞ്ഞു, കണ്ടു. മുൾമരം എരിയാതെ ഇറങ്ങി വസിച്ചൻ കന്യകയ്ക്ക് ഭംഗം കൂടാതെ ഇറങ്ങി വസിച്ചു 9 മാസക്കാലം. അവൻ എന്നെയും നിങ്ങളെയും ഓരോ ചുമതലകൾ ഏൽപ്പിക്കുന്നു. അവിടെ പൂർണ്ണ സമർപ്പണം വേണം. അത് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നു. ചുമതലകളിൽ മൂലം കുടുംബമാണ് എന്നതും മറക്കരുത്. അവിടെ തുടങ്ങണം സമർപ്പണം. നേരായി ചെയ്യാതിരുന്നാൽ ചോദ്യം വരില്ലേ? സൂക്ഷിക്കണ്ടേ? പ്രാർത്ഥിക്കാം. നാഥ, നീ ഏൽപ്പിക്കുന്ന ചുമതലകൾ, താലന്തുകൾ ഭംഗിയായി ചെയ്യുവാൻ എന്നെ യോഗ്യനാക്കണമേ. എൻ്റെ കുറവുകൾ പരിഹരിച്ച് വിശുദ്ധീകരിക്കണമേ. പുത്രപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൻ്റെ കുറേ അനുഗ്രഹങ്ങൾ നാം എല്ലാവരുടെ മേലും എന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ.